വീഡിയോ ക്ലാസുകൾ യൂട്യൂബിൽ ലഭിക്കാനായി മാജിക് ബുക്ക് PSC SSC RRB എന്ന് സെർച്ച് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് സെക്ഷനിലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനകത്ത് വരുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അന്നേരം പാർട്ട്ണർഷിപ്പ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് RRB എക്സാമിന് നിരന്തരം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന LDC എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മാത്സ് ഇംഗ്ലീഷ് ടോപ്പിക് വൈസ് ക്ലാസ് ലഭിക്കാനായിട്ട് നിങ്ങൾ മാജിക് ബുക്ക് എന്നതിന്റെ ഈ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിലേക്ക് പോവുക. ഓക്കെ, ഇനി യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ മാജിക് ബുക്ക് PSC SSC RRB അങ്ങനെ തന്നെ സെർച്ച് ചെയ്യുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, മാജിക് ബുക്ക് PSC SSC RRB. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഇപ്പോ രണ്ടുപേര് ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോ AB. ഓക്കെ, രണ്ടുപേരാണ്, അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോ 3 lakh 6 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോ, ഓക്കെ, അന്നേരം 3 lakh 6 lakh അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ആണ്, അതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുക. റേഷ്യോ ഇപ്പൊ 3:6, അത് നമുക്ക് 1:2 എന്ന് എടുക്കാം അല്ലേ. 1:2 ആണ് റേഷ്യോ. ഓക്കെ, ഇതേ റേഷ്യോ തന്നെയായിരിക്കും ആ വർഷത്തിന്റെ അവസാനം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും. ഇപ്പൊ ഇവർ ഈ ബിസിനസ് ചെയ്ത ഒരു വർഷത്തേക്കാണ്, രണ്ടുപേരും ഒരു വർഷത്തേക്കാണ് ബിസിനസ് ചെയ്തത്. അവര് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ 3 lakh 6 lakh ആണ്, അതിന്റെ റേഷ്യോ 1:2 ആണ്. എങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ റേഷ്യോയും 1:2 ആണ്. മീൻസ് ഇപ്പൊ ഒരാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇപ്പോ 10,000 ആണെങ്കിൽ ബിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20,000 ആയിരിക്കും. ഓക്കെ, എക്ക് എത്ര കിട്ടുന്നു അതിന്റെ ഇരട്ടി ആയിരിക്കും ബിക്ക് കിട്ടുന്നത്. ആ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. പന്ത്രണ്ട് മാസം ബിസിനസ് ചെയ്തു, മറ്റൊരാൾ 6 മാസം ബിസിനസ് ചെയ്തോളൂ. ഓക്കെ, അന്നേരം നമ്മൾ ഈ റേഷ്യോ എടുക്കുമ്പം ആ റേഷ്യോയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ടൈം പീരീഡ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ ഇവിടെ ഒരേ ടൈം പീരീഡ് ആണ്, ഒരു വർഷമാണ് രണ്ടുപേരും എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, *1 എന്ന് ഇട്ടാലും അവിടെ എന്ത് ചെയ്യും, രണ്ടും ക്യാൻസൽ ആയി പോകും. ഒരേ ടൈം പീരീഡ് ആണെങ്കിൽ അവിടെ നമുക്ക് ടൈം പീരീഡ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഡിഫറെന്റ് ടൈം പീരീഡ് ആണെങ്കിൽ ആ ഡിഫറെന്റ് ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഒരാൾ 4 മാസം, അന്നേരം *4, മറ്റൊരാള് 12 മാസം *12. എന്നിട്ട് നമ്മൾ അതിന്റെ റേഷ്യോ എടുക്കും. ഓക്കെ, അതിന് ഇവിടെ 4:24 എന്ന് കിട്ടും. 4:24 അതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം, 1:6 എന്ന് എഴുതാം. ഓക്കെ, അന്നേരം ടൈം പീരീഡ് ഡിഫറെന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെന്റ് നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആ റേഷ്യോ സെയിം ആണെങ്കിൽ ആ റേഷ്യോ അതുപോലെ എഴുതാം. പോയിന്റ് ഇത്രയേ ഉള്ളൂ, ക്യാപിറ്റലിന്റെ റേഷ്യോ ആയിരിക്കും പ്രോഫിറ്റിന്റെ റേഷ്യോ. ഓക്കെ, ഇത് മാത്രം നോക്കുക. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിനകത്തേക്ക് വരാം. എ സ്റ്റാർട്ട്സ് എ ബിസിനസ് വിത്ത് ₹30,000 ആൻഡ് ബി ജോയിൻസ് ഹിം ആഫ്റ്റർ 3 months വിത്ത് ₹1,20,000. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ പ്രോഫിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അപ്പൊ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, രണ്ടുപേർ ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയാണ്, എയും ബിയും. അപ്പൊ നമ്മൾ എഴുതുന്നു AB. അവിടെ എ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. ഓക്കെ, അന്നേരം നമ്മൾ താഴെ എഴുതുന്നു എ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000. ഓക്കെ, അടുത്തത് ബിയിലേക്ക് വരാം. ബി ഇൻവെസ്റ്റ് ചെയ്തത് 1,20,000. ഓക്കെ, അപ്പൊ രണ്ട് ഗിവൺ ഡേറ്റാസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ട്
എത്ര നാളത്തേക്കാണ് ഓക്കെ അവർ ബിസിനസ് ചെയ്ത ആ ഒരു ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 12 മാസവും ത്രൂ ഔട്ട് എന്ത് ചെയ്തു, ബിസിനസ് ചെയ്തു. ഓക്കെ, പക്ഷെ ബി 3 മാസത്തിന് ശേഷമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 12 മാസം ബിസിനസ് ഒരിടത്ത് ചെയ്തു, രണ്ടാമത്തെടുത്ത് ബി എത്ര മാസം ചെയ്തു, 9 മാസം ചെയ്തു. ഓക്കെ, 12, 9. അന്നേരം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന്റെ കൂടെ എപ്പോഴും നമ്മൾ ടൈം പീരീഡ്, 2 ഡിഫറെന്റ് ടൈം പീരീഡ് ആണെങ്കിൽ ആ 2 ഡിഫറെന്റ് ടൈം പീരീഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ റേഷ്യോ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടെത്തേണ്ടത് പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ്. അന്നേരം ഇവിടെ ഡിഫറെന്റ് ടൈം പീരീഡ്സ് ആണ്, അത് രണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 30,000 ഇൻറ്റു 12, ഇവിടെ 1,20,000 ഇൻറ്റു 9. ഓക്കെ, ഈ 2 വാല്യൂസിന്റെയും റേഷ്യോ നമ്മൾ കണ്ടെത്തണം. അന്നേരം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് എഴുതാം, എ ബൈ ബി. ഓക്കെ, അന്നേരം ഇങ്ങനെ എഴുതാം, 30,000 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 9. ഓക്കെ, അന്നേരം മേളത്തെ താഴത്തെ 4 സീറോസ് ക്യാൻസൽ ആയി. 3, 4, 4, 3, 3യും 9ഉം ക്യാൻസൽ ആയി. 1/3 അല്ലെങ്കിൽ A/Bയുടെ റേഷ്യോ, പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് കിട്ടി 1:3, 1/3 അല്ലെങ്കിൽ 1:3 എന്ന് നമുക്ക് റേഷ്യോ കിട്ടി. അന്നേരം ഡിഫറെന്റ് ടൈം പീരീഡ്സ് ആണ് തന്നത് എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആ ഡിഫറെന്റ് ടൈം പീരീഡ് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ 12 മാസം, ഇവിടെ 9 മാസം. ഓക്കെ, 4ാമത്തെ മാസം മുതലാണ് ബി എന്ത് ചെയ്തത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അന്നേരം ഡിഫറെന്റ് ടൈം പീരീഡ്സ് എപ്പോഴും നമ്മൾ മേളത്തെ ന്യൂമറേറ്ററിലും താഴത്തെ ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. എന്തിന്റെ കൂടെ, ക്യാപിറ്റലിന്റെ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. A and B invested 12,000 and 20,000 respectively in a business. Find the ratio of their profit after 19 years. ഓക്കെ, അതിന് ഇവിടെയും നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആണ് കണ്ടെത്തേണ്ടത്. അവിടെ എയും ബിയും അവര് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലും തന്നിട്ടുണ്ട്. പിന്നീട് പറഞ്ഞേക്കുന്നത് 19 വർഷമാണ് അവർ ബിസിനസ് ചെയ്തത്. അതിനുശേഷം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അന്നേരം 2 പേർക്കും അവിടെ ബിസിനസ് ചെയ്ത ആ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് സെയിം ആണ്. അവിടെ 19 വർഷം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കും 19 വർഷമാണ്. ഓക്കെ, അന്നേരം അവിടെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ ഈ 19ഉം 19ഉം ക്യാൻസൽ ആവും. സെയിം ടൈം പീരീഡ് ആണെങ്കിൽ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ആ റേഷ്യോ, ആ തന്നേക്കുന്ന ക്യാപിറ്റലിന്റെ റേഷ്യോ മാത്രം നമ്മൾ അവിടെ എടുത്താൽ മതി. അന്നേരം A/B, AB ആദ്യം തന്നേക്കുന്നത് എത്രയാണ്, 12,000 ആണ്. രണ്ടാമത് 20,000. അന്നേരം എയുടെയും ബിയുടെയും റേഷ്യോ അതുപോലെ നമ്മളങ്ങ് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അന്നേരം ഇവിടെ 12/20 നമുക്ക് എഴുതാം. ഓക്കെ, അന്നേരം എത്രയായിരിക്കും, 3/5, 3:5 എന്ന ആൻസർ ആയിരിക്കും നമുക്ക് റേഷ്യോ ആയിട്ട് കിട്ടുന്നത്. 3:5 എന്ന റേഷ്യോ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനകത്തേക്ക് വരാം. A, B and C together started a business in partnership. The ratio of their capital is 3:4:7. If their annual profits be 21,000, what will be the C's share in this profit? Okay, അന്നേരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത 2 ക്വസ്റ്റ്യനേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ A, B is to C, ഇവ 3ഉം ഇതിന്റെ റേഷ്യോ, അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അത് എത്രയാണ്, A/B/C എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏകദേശം 3:4:7 എന്ന് പറഞ്ഞേക്കുന്നത്. 3:4:7. ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന്റെ റേഷ്യോ തന്നെയായിരിക്കും പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന്റെ റേഷ്യോ 3:4:7 ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ റേഷ്യോയും 3:4:7 ആണ്. ഇനി ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 21,000 ആണ്. ഓക്കെ, അന്നേരം പ്രോഫിറ്റിന്റെ റേഷ്യോ 3:4:7 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3x, 4x, 7x എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ,
അന്നേരം ഈ 3 വാല്യൂസും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 21,000 എന്ന് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അന്നേരം പ്രോഫിറ്റിന്റെ റേഷ്യോ, ക്യാപിറ്റലിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, അത് പ്രോഫിറ്റിന്റെ റേഷ്യോ ആയിട്ട് നമുക്ക് എടുക്കാം. അന്നേരം പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കണ്ടെത്തേണ്ടത് സിയുടെ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇവിടെ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7x ആണ്. ഓക്കെ, അന്നേരം 7x-ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനാദ്യം എക്സ് എത്രയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അന്നേരം ഇവിടെ 3x + 4x 7x, 7x + 7x 14x, 14x ആണ് 21,000. അപ്പോ x എന്ന് പറഞ്ഞാൽ 21,000 by 14, 7 into 2, 7 into 3, 3,000 by 2, x is equal to 1500. ഓക്കെ, അതിന്റെ എക്സിന്റെ വാല്യൂ 1500 എന്ന് കിട്ടി. നമുക്ക് 7x, അതായത് സിയുടെ ഷെയർ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അന്നേരം 7x എന്ന് പറഞ്ഞാൽ 7 into 1500. സിയുടെ ഷെയർ ആണ് 7 into 1500. നമുക്ക് അതിന്റെ ആൻസർ ഏകദേശം 10500 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ.